നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിലെ സിലിഗുഡിയിൽ ട്രെയിൻ അപകടത്തിൽ 15 മരണം, 50 പേർക്ക് പരിക്ക്. കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ പിന്നിൽ ഗുഡ്സ് ട്രെയിൻ ഇടിച്ചുകയറി 4 ബോഗികൾ പാളം തെറ്റി. രക്ഷാപ്രവർത്തനം തുടരുന്നു. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അപകട സ്ഥലത്തേക്ക്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. റെയിൽവേ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്ന് കോൺഗ്രസ്. ബീഹാറിലെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 13 പേർ അറസ്റ്റിൽ. ചോദ്യപേപ്പറിനായി ലക്ഷങ്ങൾ കൈക്കൂലി നൽകിയെന്ന് മൊഴി. 30 ലക്ഷം രൂപ കൈമാറിയതിന്റെ പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ പിടിച്ചെടുത്ത അന്വേഷണ സംഘം. കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവരുമെന്ന് ബീഹാർ പോലീസിലെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം. ബലിപ്പെരുന്നാൾ ആഘോഷിച്ച് വിശ്വാസികൾ. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ. രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണകൂടത്തിനുള്ള മുന്നറിയിപ്പാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പാളയം ഇമാമിന്റെ പെരുന്നാൾ ദിന സന്ദേശം. നന്മയ്ക്കായി നിലകൊള്ളണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ബക്രീദിന്റേത് സമാധാന സന്ദേശമെന്ന പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സാമുവൽ മാർ തെയോഫിലോസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പുതിയ അധ്യക്ഷൻ. തീരുമാനം എപ്പിസ്കോപ്പൽ സിനഡിൽ. പദവിയിലെത്തുന്നത് ചെന്നൈ ഭദ്രാസന സ്ഥാനത്ത് നിന്ന്. സ്ഥാനാരോഹണ ചടങ്ങ് ജൂൺ 22-ന്. സഭാ സെക്രട്ടറിയായി ജോഷുവ മാർ ബർണാഷസ് തെരഞ്ഞെടുക്കപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ CPI മന്ത്രിമാർക്ക് നേരെ ഒളിയമ്പുമായി മുതിർന്ന നേതാവ് K. ഇസ്മായിൽ. മുഖ്യമന്ത്രിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നും മന്ത്രിമാർക്കും ധാർഷ്ട്യമെന്നും വിമർശനം. തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് സർക്കാരിനോടുള്ള ജനങ്ങളുടെ എതിർപ്പ്. ഫാസിസ്റ്റ് ഭരണകൂടത്തിനുള്ള മുന്നറിയിപ്പാണ് തെരഞ്ഞെടുപ്പെന്ന് പാളയം ഇമാം. മകൾക്ക് പെരുന്നാൾ സമ്മാനവുമായി എത്തിയ പിതാവിന് ക്രൂരമർദ്ദനം. സാരമായി പരിക്കേറ്റ സുലൈമാൻ ചികിത്സയിൽ. മകൾക്ക് സമ്മാനം നൽകാനെത്തിയത് ഭാര്യയുമായി അകന്നു കഴിയുന്നതിനിടെ. സംഭവത്തിൽ ഭാര്യാപിതാവ് അറസ്റ്റിൽ. വധശ്രമത്തിന് കേസെടുത്ത പോലീസ്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഡൽഹി വിമാനത്താവളത്തിലെ മലയാളി ജീവനക്കാരന്റെ തിരോധാനത്തിൽ അന്വേഷണം വഴിമുട്ടി. കൊട്ടാരക്കര സ്വദേശി ജയനെ കാണാതായിട്ട് 7 മാസം. ദുരൂഹതയുണ്ടെന്ന് ഭാര്യ യമുന 24നോട്. കൊല്ലം അഞ്ചലിലെ വീട്ടിൽ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ദുരൂഹതയെന്ന് പോലീസ്. പൊട്ടിത്തെറിക്ക് കാരണം അമിത ചൂടെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അധികൃതർ. സിലിണ്ടറിന്റെ സമീപത്ത് തുണികൾ കൂട്ടിയിട്ട് കത്തിച്ചതിന്റെ അവശിഷ്ടം. വീടിന്റെ മുൻവശത്തെ ഡോർ തുറക്കാതിരിക്കാൻ മേശ വലിച്ചിട്ടതിലും ദുരൂഹത സംശയിച്ച് പോലീസ്. തിരുവനന്തപുരത്ത് വീണ്ടും കോടികളുടെ നിക്ഷേപ വായ്പാ തട്ടിപ്പ്. സംഭവം പള്ളിക്കൽ ഫാമേഴ്സ് സർവീസ് സഹകരണ സംഘത്തിൽ. ജാമ്യം നിൽക്കാനെന്ന പേരിൽ അംഗങ്ങളെ കബളിപ്പിച്ച് പണം തട്ടി. പണം പോയത് ബാങ്ക് പ്രസിഡന്റായ CPM നേതാവിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തൽ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കാറിൽ യുവാക്കളുടെ സാഹസിക യാത്ര. കാറിന്റെ ഡോറിലിരുന്ന് യുവാക്കൾ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അഭ്യാസ പ്രകടനം മൂന്നാറിനും ഗ്യാപ് റോഡിനുമിടയിൽ. 2 ആഴ്ചയ്ക്കുള്ളിൽ നടക്കുന്ന 3ാമത്തെ സംഭവം. സാഹസിക യാത്ര പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ വാഹനത്തിൽ. ഏതു മണ്ഡലം നിലനിർത്തണമെന്നതിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഇന്നുണ്ടായേക്കും. വയനാട് ഒഴിയാൻ സാധ്യത. UPയിലെ തെരഞ്ഞെടുപ്പ് മുന്നേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ റായ്ബറേലി നിലനിർത്തണമെന്ന നിലപാടിൽ കോൺഗ്രസ്. മണ്ഡലകാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. ബംഗാളിൽ വീണ്ടും ഗവർണർ സർക്കാർ പോര്. ബംഗാൾ പോലീസ് ഉടൻ രാജ്ഭവൻ വിടണമെന്ന് ഗവർണർ CB ആനന്ദബോസ്. നടപടി തെരഞ്ഞെടുപ്പിന് പിന്നാലെയുണ്ടായ സംഘർഷങ്ങളിൽ ഗവർണർക്ക് നിവേദനം നൽകാനെത്തിയവരെ തടഞ്ഞതോടെ. തെലങ്കാനയിൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥികൾ. ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും അവധി അനുവദിക്കുന്നില്ലെന്ന് പരാതി. തെലങ്കാന സിദ്ധപ്പേട്ടിലെ RBM കോളേജിലെ 400-ലധികം വരുന്ന വിദ്യാർത്ഥികൾ ദുരിതത്തിൽ. സ്വഭാവ സർട്ടിഫിക്കറ്റും ഇന്റേണൽ മാർക്കും കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നെന്നും പരാതി. ട്രയൽ റണ്ണിന് സജ്ജമായി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം. ഈ മാസം തന്നെ ട്രയൽ റൺ ആരംഭിക്കാൻ തീരുമാനം. ആദ്യഘട്ട പ്രവർത്തനത്തിനായുള്ള അടിസ്ഥാന സൗകര്യ വികസനം പൂർത്തിയായി. കസ്റ്റംസ് അംഗീകാരം ലഭിച്ചതോടെ തുറമുഖത്തെ ചരക്കുനീക്കം നിയമവിധേയം. 2020 ലോകകപ്പിൽ സൂപ്പർ 8 ചിത്രം തെളിഞ്ഞു. നേപ്പാളിനെ തോൽപ്പിച്ച് ബംഗ്ലാദേശ് അവസാന 8-ൽ. യൂറോ കപ്പിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങും. ഓസ്ട്രേലിയക്കെതിരായ മത്സരം രാത്രി 12:30-ക്ക്. ബെൽജിയം രാത്രി 9:30-ക്ക് സ്ലോവാക്യയെ നേരിടും. കോയമ്പത്തൂർ മധുക്കരയിൽ മലയാളികളുടെ വാഹനങ്ങൾ ആക്രമിച്ച് കവർച്ച നടത്താൻ ശ്രമിച്ച കേസിൽ കൂടുതൽ പേരുടെ പങ്ക് അന്വേഷിച്ചു പോലീസ്. കുഴൽപ്പണ സംഘമെന്ന് കരുതി വ്യാപാരികളുടെ വാഹനം ആക്രമിച്ചതെന്ന് സൂചന. കൃത്യത്തിന് ശേഷം വാഹനം ഒളിപ്പിച്ചത് മലമ്പുഴയിലെന്നും കണ്ടെത്തൽ.
ഏകീകൃത കുർബാന തർക്കത്തിൽ നിലപാട് കടുപ്പിച്ച് വിമത വിഭാഗം. എറണാകുളം അങ്കമാലി അതിരൂപത സ്വതന്ത്ര സഭയാകുമെന്ന് മുന്നറിയിപ്പ്. നടപടി കടുപ്പിച്ചാൽ സഭയിൽ നിന്ന് പുറത്തുപോകുമെന്ന് വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ 24നോട്. മാർപ്പാപ്പയ്ക്ക് അയച്ച കത്തിൽ പറയുന്നത് തെറ്റായ കാര്യങ്ങൾ. ജൂലൈ 3 കഴിഞ്ഞാലും ജനാഭിമുഖ കുർബാനകൾ വൈദികർ ചൊല്ലുമെന്നും ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ. പാലക്കാട് ഒറ്റപ്പാലത്ത് ബസ്സിൽ കുഴഞ്ഞുവീണ യാത്രക്കാരന്റെ രക്ഷകരായി ബസ് ജീവനക്കാർ. ബസ് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. നാടിന് മാതൃകയായത് വളാഞ്ചേരി പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന നിനു സ്റ്റാർ ബസ്സിലെ ജീവനക്കാർ. ജീവൻ രക്ഷിക്കാനായി ഇവർ സഞ്ചരിച്ചത് 16 കിലോമീറ്റർ. നിർണായകമായത് ഡ്രൈവർ മനാഫ്, കണ്ടക്ടർ ഷറഫുദ്ദീൻ അലിമോൻ, അഭിനവ് എന്നിവരുടെ ഇടപെടൽ. കോഴിക്കോട് മഞ്ഞപ്പിത്തം ബാധിച്ചു മരണം. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം കുഞ്ഞാലി മമ്പാട്ടാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. കൊല്ലം കുണ്ടറയിൽ 10 വയസ്സുകാരിക്ക് ക്രൂരമർദ്ദനം. പിതാവിന്റെ ക്രൂരത വസ്ത്രം മടക്കി വെക്കാൻ വൈകിയെന്ന് ആരോപിച്ച് കുട്ടിയുടെ തോളലിന് പരിക്ക്. കേരളവർമ്മ സ്വദേശിയായ പിതാവ് അറസ്റ്റിൽ. വധശ്രമത്തിന് കേസെടുത്തു. പിടിയിലായ ആൾ ഭാര്യാപിതാവിനെ കൊന്ന കേസിലെ പ്രതി. സംസ്ഥാനത്ത് 4 വർഷ ബിരുദ കോഴ്സ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കോളേജ് അധ്യാപകർക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ക്ലാസ് നടത്തും. ക്ലാസ് നടക്കുക ഈ മാസം 28 ഉച്ചയ്ക്ക് 2 മുതൽ 4 മണി വരെ. എല്ലാ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരും വകുപ്പ് തലവന്മാരും ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് നിർദ്ദേശം. ഉത്തരവ് ചട്ടവിരുദ്ധമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ. കൊല്ലം വെളിനല്ലൂരിൽ തീറ്റയിൽ പൊറോട്ട അമിതമായി നൽകിയതിനെ തുടർന്ന് പശുക്കൾ ചത്തെന്ന ആരോപണം നിഷേധിച്ച് ഫാം ഉടമ ഹസ്ബുള്ള. കടകളിൽ നിന്നും വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന ഭക്ഷണമാണ് പശുക്കൾക്ക് നൽകിയത്. പ്രത്യേകമായി പൊറോട്ട നൽകിയിട്ടില്ല. പശുക്കളുടെ അസുഖ വാർത്ത അറിയിച്ചിട്ടും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഷൈൻകുമാർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ആരോപണം. മന്ത്രി ജെ ചിഞ്ചുറാണി പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം സ്വീകരിക്കില്ലെന്നും ഹസ്ബുള്ള 24നോട്. പാലക്കാട് തൃത്താലയിൽ SIയെ വാഹനമിടിച്ചിട്ട കേസിൽ 2ാം പ്രതി കസ്റ്റഡിയിൽ. തൃശൂരിൽ വെച്ച് പിടിയിലായത് ഒറ്റപ്പാലം സ്വദേശി അജീഷ. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ SIയുടെ ശരീരത്തിലൂടെ വാഹനം ഇടിച്ചു കയറ്റിയെന്ന FIR. പരിക്കേറ്റ ഗ്രേഡ് SI PK ശശികുമാർ അപകടനില തരണം ചെയ്തു. മുല്ലപ്പെരിയാർ കേസിൽ വക്കീൽ ഫീസായി നൽകിയത് 5.42 കോടി രൂപയെന്ന് വിവരാവകാശ രേഖ. 10 അഭിഭാഷകർക്ക് നൽകിയ തുകയാണിത്. ഉന്നതാധികാര സമിതിക്ക് നൽകിയത് 59.16 ലക്ഷം രൂപ. ഡാംസ് ജോയിന്റ് ഡയറക്ടർ നൽകിയ വിവരാവകാശ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരാണസിയിൽ. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള ആദ്യ സന്ദർശനം. കിസാൻ സമ്മാൻ നിധി വിതരണ ചടങ്ങിൽ പങ്കെടുക്കും. ജാർഖണ്ഡിലെ ചൈബസയിൽ ഏറ്റുമുട്ടൽ. 4 മാവോയിസ്റ്റുകളെ വധിച്ച സുരക്ഷാസേന. ആയുധങ്ങൾ കണ്ടെടുത്തു. ജമ്മുകശ്മീരിലെ ബന്ദിപ്പോരയിലും ഏറ്റുമുട്ടൽ. ഒരു ഭീകരനെ സുരക്ഷാസേന വധിച്ചു. മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. ജമ്മുകശ്മീരിലെ റിയാസി ഭീകരാക്രമണത്തിൽ അന്വേഷണം NIAക്ക് വിട്ടു. തീരുമാനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റേത്. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത് പരിപാടി ഈ മാസം 30-ന് പുനരാരംഭിക്കും. മൻ കി ബാത് പരിപാടിക്കായി ആശയങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിച്ചു. വരാനിരിക്കുന്ന എപ്പിസോഡിനായുള്ള എല്ലാ നിർദ്ദേശങ്ങളും ജൂൺ 28 വരെ സ്വീകരിക്കും. തെരഞ്ഞെടുപ്പിനെ തുടർന്ന് മൻ കി ബാത് പരിപാടി നിർത്തിവച്ചിരുന്നു. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തലിനെ ചൊല്ലി ഇസ്രയേൽ പ്രധാനമന്ത്രിയും സൈന്യവും തമ്മിൽ കടുത്ത ഭിന്നത. പകൽ വെടിനിർത്തിയതിൽ ക്ഷുഭിതനായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വലതുപക്ഷ തീവ്രവാദി നേതാക്കളും. ഗസയിൽ ഇസ്രയേൽ സേനയും ഹമാസും തമ്മിൽ തെരുവ് യുദ്ധം. 42 പേർ കൊല്ലപ്പെട്ടു. യുക്രൈന്റെ പരമാധികാരവും ഭൂമിയും നിലനിർത്താതെ വെടിനിർത്തലില്ലെന്ന് സ്വിറ്റ്സർലൻഡിൽ ചേർന്ന സമാധാന ഉച്ചകോടി. റഷ്യയെ പങ്കെടുപ്പിക്കാതെ വെടിനിർത്തൽ സാധ്യമല്ലെന്ന് സൗദി അറേബ്യ. പ്രഖ്യാപനത്തിൽ നിന്ന് വിട്ടുനിന്ന് ഇന്ത്യ അടക്കം 10 രാജ്യങ്ങൾ. ഇന്ത്യ ചൈന സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയുടെ ഇലക്ട്രോണിക് വ്യവസായത്തിന് 1.25 ലക്ഷം കോടിയുടെ നഷ്ടം. ചൈനയ്ക്കും തിരിച്ചടി. ഇന്ത്യ പാക് അതിർത്തിയിൽ വീണ്ടും ചൈനീസ് ഇടപെടൽ. ഉത്തർപ്രദേശിലെ ബുലന്ദ് ഷഹറിൽ വൻ തീപിടുത്തം. തീ പടർന്നത് മരുന്നു ഫാക്ടറിയിൽ. ആളപായമില്ല. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കി. കോട്ടയത്ത് നിന്ന് കാണാതായ പോലീസ് ഉദ്യോഗസ്ഥൻ തിരികെയെത്തി. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഗ്രേഡ് SI രാജേഷാണ് ഇന്ന് ഡ്യൂട്ടിയിൽ പ്രവേശിച്ചത്. കാണാനില്ലെന്ന കുടുംബത്തിന്റെ പരാതിയിൽ ഇന്നലെ അയർക്കുന്നം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ അഗ്നിബാധ. തീപിടുത്തമുണ്ടായത് ശ്രീകോവിലിനോട് ചേർന്ന തിടപ്പള്ളിയിൽ. കീഴ്ശാന്തിമാരും ക്ഷേത്ര ജീവനക്കാരും ഭക്തരും ചേർന്ന് തീയണച്ചു. നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ പരിശോധന.
എറണാകുളം പനമ്പിള്ളി നഗറിൽ വീട് കുത്തിത്തുറന്ന കവർച്ച. മാരകായുധങ്ങളുമായി കവർച്ച നടത്തുന്ന 2 അംഗ സംഘത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. സംഭവം ഇന്നലെ പുലർച്ചെ. പ്രതികൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ. അന്വേഷണം ആരംഭിച്ചു പോലീസ്. പത്തനംതിട്ട MC റോഡിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചു അപകടം. ചെങ്ങന്നൂർ ബുധനൂർ സ്വദേശി പ്രസന്നൻ സഞ്ചരിച്ച കാർ എതിർദിശയിൽ വന്ന ലോറിയുമായി കൂട്ടിയിടിച്ചു. കാറിലുണ്ടായിരുന്ന 4 പേർക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. തിരുവനന്തപുരം ബാലരാമപുരത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ. അറസ്റ്റിലായത് വഴിമുക്ക് സ്വദേശി കുമാർ. ആലുവിള സ്വദേശി ബിജു കൊല്ലപ്പെട്ടത് ഇന്നലെ. പ്രതിയെ പിടികൂടിയത് ഒളിവിൽ പോകാൻ ശ്രമിക്കുന്നതിനിടെ. കൊലപാതകത്തിന്റെ കാരണം എന്തെന്ന് വ്യക്തമാക്കാതെ പ്രതി. ചോദ്യം ചെയ്യുന്നതിനായി ഉന്നത പോലീസ് സംഘം സ്ഥലത്തെത്തും. 7ാം വാർഷിക നിറവിൽ കൊച്ചി മെട്രോ. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികൾ. ഇൻഫോ പാർക്ക് വരെയുള്ള അടുത്ത ഘട്ട നിർമ്മാണം ഉടൻ ആരംഭിക്കും. 2ാം ഘട്ട മെട്രോ പാതയുടെ നിർമ്മാണ ചെലവിനായി പ്രതീക്ഷിക്കുന്നത് 1957.6 കോടി രൂപ. കൊല്ലം കുളത്തൂപ്പുഴയിൽ ഓട്ടോറിക്ഷയിൽ വിദേശ മദ്യവിൽപ്പന നടത്തിയാൽ പിടിയിൽ. അറസ്റ്റിലായത് കുളത്തൂപ്പുഴ സാംനഗർ സ്വദേശി ബഷീർ. 26 കുപ്പി വിദേശ മദ്യം കണ്ടെടുത്തു. ബഷീർ മുൻപും സമാന കേസിലെ പ്രതി. ബഷീറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അബ്കാരി വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. വടകര കാഫിർ പോസ്റ്റുമായി ബന്ധപ്പെട്ട് മുൻ MLA KK ലതികയ്ക്കെതിരെ പരാതി. കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് DGPക്ക് യൂത്ത് കോൺഗ്രസ് പരാതി നൽകി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിലാണ് പരാതി നൽകിയത്. കോഴിക്കോട് ഓമശ്ശേരിയിലും മലപ്പുറം ചങ്ങരംകുളത്തും പോത്തുകൾ വിരണ്ടോടി. പെരുന്നാളിനെ കശാപ്പ് ചെയ്യാൻ കൊണ്ടുവന്ന പോത്തുകളാണ് വിരണ്ടോടിയത്. ചങ്ങരംകുളത്ത് വിരണ്ടോടിയ പോത്ത് ബൈക്കുകൾ നശിപ്പിച്ചു. കൊല്ലം പാരിപ്പള്ളിയിൽ എക്സൈസിന്റെ കഞ്ചാവ് വേട്ട. ആന്ധ്രാപ്രദേശിൽ നിന്ന് 25 കിലോ കഞ്ചാവുമായി വന്ന 2 അംഗ സംഘം പിടിയിൽ. വിഷ്ണു, അനീഷ് എന്നിവർ പിടിയിലായത് കാറിൽ കഞ്ചാവ് കടത്താൻ ശ്രമിക്കുന്നതിനിടെ. തിരുവനന്തപുരത്ത് JCB ഉടമയെ കൊലപ്പെടുത്താൻ ശ്രമം. JCBയിൽ നിന്നും ഡീസൽ മോഷ്ടിച്ച കാറുമായി മുങ്ങിയ ആളെ പിടികൂടാൻ പിന്നാലെ പോയ JCB ഉടമയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവം തിരുവനന്തപുരം കുറ്റിച്ചലിൽ. NCERT +2 പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ നിന്ന് ബാബറി മസ്ജിദിന്റെ പേരൊഴിവാക്കിയതിൽ പ്രതികരണവുമായി മന്ത്രി MB രാജേഷ്. NS മാധവന്റെ കഥയെ അനുസ്മരിപ്പിക്കും വിധമാണ് കേന്ദ്രത്തിന്റെ നടപടി. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷവും വർഗീയ അജണ്ടകളിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലെന്ന് സംഘപരിവാർ വ്യക്തമാക്കുന്നു. ഇത് എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാണെന്നും മന്ത്രി MB രാജേഷ്. മുംബൈയിൽ ഓൺലൈനായി വാങ്ങിയ ഐസ്ക്രീമിൽ മനുഷ്യവിരൽ കണ്ടെത്തിയ സംഭവത്തിൽ നടപടിയുമായി ഫുഡ് സേഫ്റ്റി അതോറിറ്റി. ഐസ്ക്രീം കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കി. കൂടുതൽ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. കൊൽക്കത്തയിലെ BJP ഓഫീസിന് പുറത്ത് സംശയാസ്പദമായ വസ്തു കണ്ടെത്തി. പോലീസ് സംഘവും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി. BJP ഓഫീസിന് ചുറ്റും സുരക്ഷ ശക്തമാക്കി. നോയിഡയിൽ പൊതു ഇടങ്ങളിലെ മദ്യപാനത്തിന് 670 പേർക്കെതിരെ കേസെടുത്ത പോലീസ്. നടപടി 3 പോലീസ് സോണുകളിലായി ഓപ്പറേഷൻ സ്ട്രീറ്റ് സേഫ് എന്ന പേരിൽ നടത്തിയ പരിശോധനയെ തുടർന്ന്. പരിശോധന നടത്തിയത് പോലീസ് കമ്മീഷണർ ലക്ഷ്മി സിംഗിന്റെ നിർദ്ദേശപ്രകാരം. ഹിമാചൽ പ്രദേശിൽ കാണാതായ അമേരിക്കൻ ബേസ് ജമ്പർ ട്രെവർ ബോക്സ്റ്റാർ ലഹറിന്റെ മൃതദേഹം കണ്ടെത്തി. കാണാതായി 3ാം ദിവസത്തിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത്. താഴ്വരയിലെ മലയിടുക്കുകളിൽ ഡ്രൈവറിന്റെ പാരച്യൂട്ട് കണ്ടെത്തിയ സ്ഥലത്ത് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങൾ അമേരിക്കൻ എംബസിയുമായി പങ്കുവച്ചെന്ന് പോലീസ്. സിക്കിമിലെ മാംഗൻ ജില്ലയിൽ കുടുങ്ങിക്കിടക്കുന്ന വിനോദസഞ്ചാരികളെ ഉടൻ രക്ഷപ്പെടുത്തുമെന്ന് അധികൃതർ. കാലാവസ്ഥ അനുകൂലമായാൽ കുടുങ്ങിക്കിടക്കുന്ന 1200-ലധികം സഞ്ചാരികൾക്കായി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കും. പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാവുന്നു. ഡൽഹി ജലക്ഷാമത്തിൽ BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി ആം ആദ്മി പാർട്ടി. ഡൽഹിയിലേത് BJP സ്പോൺസേഡ് ജലക്ഷാമം. ഡൽഹിയിലെ ജനങ്ങൾക്ക് വെള്ളം കിട്ടണമെന്നും അത് BJP ആഗ്രഹിക്കുന്നില്ലെന്നും ആം ആദ്മി പാർട്ടി കുറ്റപ്പെടുത്തി. പാർലമെന്റ് സമുച്ചയത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രതിമകൾ സ്ഥാപിക്കുന്ന പ്രേരണാസ്ഥൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഉദ്ഘാടനം ചെയ്തു. രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ്, കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, അർജുൻ റാം മേഘ്വാൾ, കിരൺ റിജിജു തുടങ്ങിയവർ പങ്കെടുത്തു.
തെലങ്കാനയിലെ മേദക്കിൽ നിരോധനാജ്ഞ നടപടി. പശുക്കടത്തിനെ ചൊല്ലി ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് ഗോഷാമഹൽ MLA രാജാ സിംഗ് ഉൾപ്പെടെ BJP യുവമോർച്ച നേതാക്കൾ അറസ്റ്റിൽ. പേടിഎമ്മിന്റെ മൂവി ടിക്കറ്റിംഗ് ബിസിനസ് സൊമാറ്റോ ഏറ്റെടുത്തേക്കും. ചർച്ചകൾ ആരംഭിച്ചു. ധനകാര്യ സേവനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുങ്ങി പേടിഎം. യൂറോ കപ്പ് മത്സരത്തിനെത്തിയ ഇംഗ്ലണ്ട്, സെർബിയ, അൽബേനിയ ടീമുകളുടെ ആരാധകർ തമ്മിൽ ഏറ്റുമുട്ടി. നിരവധി പേർക്ക് പരിക്ക്. ജർമ്മൻ പോലീസ് അക്രമികളെ അറസ്റ്റ് ചെയ്തു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് നമീബിയൻ താരം ഡേവിസ് വീസെ. 39-ാം വയസ്സിലാണ് വിരമിക്കൽ പ്രഖ്യാപനം. ദക്ഷിണാഫ്രിക്കയ്ക്കായി കളി തുടങ്ങിയ വീസെ പിന്നീട് നമീബിയയിലേക്ക് ചേക്കേറുകയായിരുന്നു. കാസർഗോഡ് മുന്നാട് നാടൻ കൈത്തോക്കുമായി ഒരാൾ പിടിയിൽ. ബേഡകം പോലീസ് പിടികൂടിയത് വട്ടപ്പാറ സ്വദേശി അശോകനെ. പ്രതിയെ കീഴ്പ്പെടുത്തിയത് ബലപ്രയോഗത്തിലൂടെ. ഇൻസ്പെക്ടർ സുനുമോന്റെ നേതൃത്വത്തിൽ പ്രതിയെ പിടികൂടിയത് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. തൃശൂർ പുതുക്കാട് വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മലപ്പുറം വെളിയൻകോട് സ്വദേശി മത്സൂഖ് മരിച്ചു. ബൈക്ക് ഓടിച്ച അജ്മൽ പരിക്കുകളോടെ ആശുപത്രിയിൽ. അപകടം ചരക്ക് ലോറിക്ക് പിന്നിൽ ബൈക്ക് ഇടിച്ചു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദേവസ്വം വിജിലൻസിന്റെ പരിശോധന നടപടി. ക്ഷേത്ര പരിസരത്തെ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ഇടംപിരി ശംഖ് കിട്ടിയ സംഭവത്തെ തുടർന്ന് ഭക്തന് ലഭിച്ചത് വെള്ളി കെട്ടിയ ഇടംപിരി ശംഖ്. ക്ഷേത്രത്തിൽ വെള്ളി കെട്ടിയ ഇടംപിരി ശംഖ് ഇല്ലെന്നും ഉള്ള ശംഖുകൾ സുരക്ഷിതമെന്നും ഭാരവാഹികൾ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരന്റെ ആക്രമണത്തിൽ 3 ജയിൽ ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. അക്രമം നടത്തിയത് കാസർഗോഡ് സ്വദേശി അഹമ്മദ് റാഷിദ്. സംഭവത്തിൽ കേസെടുത്ത് കണ്ണൂർ ടൗൺ പോലീസ്. കൊല്ലം ചവറയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ബൈക്കിന് തീപിടിച്ചു. സംഭവം ചവറ AMC ജംഗ്ഷനിൽ. ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കോഴിക്കോട് പന്തീരങ്കാവ് വീടിന് മുകളിൽ മരം വീണ് വയോധികയ്ക്ക് ദാരുണാന്ത്യം. അമ്പേച്ചാൽ ചിരുതക്കുട്ടിയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന 4 വയസ്സുകാരി നിസാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാസർഗോഡ് ചന്ദ്രഗിരി പുഴയിൽ ഒരാൾ ചാടിയതായി സംശയം. ചന്ദ്രഗിരി പാലത്തിന് മുകളിൽ ചെരുപ്പ് അഴിച്ചുവെച്ചാണ് പുഴയിൽ ചാടിയത്. സ്ഥലത്ത് അഗ്നിരക്ഷാസേനയുടെയും പോലീസിന്റെയും തെരച്ചിൽ. കോട്ടയം ഗാന്ധിനഗർ ചെമ്മനംപടിയിൽ വീട് കുത്തിത്തുറന്ന് മോഷണം. 20 പവൻ സ്വർണം കവർന്നു. മോഷണം നടന്നത് ചെമ്മനംപടിയിൽ ആലപ്പാട്ട് ചന്ദ്രന്റെ വീട്ടിൽ. സംഭവം വീട്ടുകാർ മൂന്നാറിലെ ബന്ധുവീട്ടിൽ പോയ സമയത്ത്. മറ്റൊരു വാർത്തയിലേക്ക്. രാഹുൽ ഗാന്ധി ഏതു മണ്ഡലം ഒഴിയുമെന്നതിൽ തീരുമാനമെടുക്കാൻ നിർണായക യോഗം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലാണ് യോഗം ചേരുക. യോഗത്തിൽ രാഹുൽ ഗാന്ധിയും പങ്കെടുക്കും. നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി നിതിൻ. രാഹുൽ ഗാന്ധി ഏതു മണ്ഡലം ഒഴിയുമെന്നതിൽ ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. ഇന്ന് തന്നെ തീരുമാനമുണ്ടാകുമോ? എപ്പോഴറിയാൻ സാധിക്കും? ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്? കീർത്തന, ഇന്ന് തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൈകിട്ട് 5 മണിക്കാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ യോഗം ചേരുക. യോഗത്തിൽ രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കും. രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തണമെന്ന കാര്യത്തിൽ കോൺഗ്രസ് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ എല്ലാം തന്നെ ആവശ്യം രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ തുടരണമെന്നാണ്. പക്ഷേ രാഹുൽ ഗാന്ധി വലിയ ധർമ്മസങ്കടത്തിലാണ്. വയനാട് ഉപേക്ഷിക്കണോ അതല്ല റായ്ബറേലി ഉപേക്ഷിക്കണോ എന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ത് തന്നെ തീരുമാനം സ്വീകരിച്ചാലും അത് ആരെയും വേദനിപ്പിക്കാത്ത തീരുമാനമാകും എടുക്കുക എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെയാണ് രാഹുൽ ഗാന്ധി, അതായത് ലോക്സഭ ദിവസത്തിനകം തുടരുമെന്ന കാര്യത്തിൽ അതിൽ സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെയാണ് ഇന്നിപ്പോൾ വൈകിട്ട് 5 മണിക്ക് യോഗം ചേരുന്നത്. യോഗത്തിന് ശേഷം ഒരുപക്ഷെ വൈകാതെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വയനാട് മണ്ഡലം ഒഴിയുമെന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. എന്തായാലും വൈകിട്ട് 5 മണിക്കത്തെ യോഗത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നു.
ശരി, രാഹുൽ ഗാന്ധി ഏതു മണ്ഡലം ഒഴിയുമെന്നതിൽ തീരുമാനമെടുക്കാനുള്ള നിർണായക യോഗം ഇന്ന് 5 മണിക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ചേരും. രാഹുൽ വയനാട് ഒഴിയുമെന്നുള്ള സൂചനകളാണ് ഈ ഒരു അവസരത്തിൽ ലഭിക്കുന്നത്. നിതിൻ അംബുജനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ +2 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. തൃക്കണ്ണാപുരം ഞാലിക്കോണ സ്വദേശി ആദിത്യയാണ് മരിച്ചത്. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആയിരുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട നെടുമങ്ങാട് സ്വദേശിയായ യുവാവുമായി പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. സൈബർ ആക്രമണത്തെ തുടർന്നാണ് ആത്മഹത്യയെന്ന് കുടുംബം ആരോപിച്ചു. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അജീഷ്, എന്താണ് സംഭവം? മറ്റു വിശദാംശങ്ങൾ കൂടി. കീർത്തനായി കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടാണ് ഈ 18 വയസ്സുകാരിയായ തിരുവനന്തപുരം തൃക്കണ്ണാപുരം ഞാലിക്കോണം സ്വദേശി ആദിത്യ വീട്ടിനുള്ളിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത്. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് അന്ത്യം സ്ഥിരീകരിച്ചത്. ഈ പെൺകുട്ടി തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ +2 വിദ്യാർത്ഥിയായിരുന്നു. +2 പഠനം കഴിഞ്ഞ് ഡിഗ്രി പ്രവേശനത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള പെൺകുട്ടി കൂടിയാണ് ആദിത്യ. നിരവധി വീഡിയോസുകൾ ഈ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഈ പെൺകുട്ടി പോസ്റ്റ് ചെയ്തിരുന്നു. ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ വീട്ടുകാരും അതേപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കളും പറയുന്നതനുസരിച്ചാണെങ്കിൽ പെൺകുട്ടിക്ക് നെടുമങ്ങാട് സ്വദേശിയായ ഒരു യുവാവുമായി അടുപ്പമുണ്ടായിരുന്നു. ഈ അടുപ്പം ഈ കുറച്ചു നാൾക്ക് മുമ്പ് ഇത് അവസാനിച്ചിരുന്നു. ഇത് അവസാനിച്ചതിനെതിരെ ഈ പെൺകുട്ടിക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണം ഉണ്ടായെന്നാണ് സുഹൃത്തുക്കളും വീട്ടുകാരും പറയുന്നത്. ഇതിനെ തുടർന്നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് ആരോപണം. എന്തായാലും പൂജപ്പുര പോലീസ് നിലവിൽ വീട്ടുകാരുടെ മൊഴിയെടുത്തിട്ടുണ്ട്. സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഈ സൈബർ ആക്രമണത്തെ കുറിച്ച് വീട്ടുകാർ ഇതുവരെയ്ക്കും പോലീസിൽ പരാതി നൽകിയിട്ടില്ല. പരാതി നൽകുന്ന പക്ഷം അതിനെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ശരി, അജീഷ് ജയകുമാറാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ഇനി ന്യൂസ് ഈവനിംഗ് കാണാം. വേണു ബാലകൃഷ്ണൻ ചേരും. നമസ്കാരം.